സുനിലെ കാര്യങ്ങളൊക്കെ നോക്കണേ. ബൈ. പോവാം. ഏതായാലും മുട്ടം പണി നമ്മൾ അവർക്ക് കൊടുത്തത്. എനിക്കറിയായിരുന്നു ബോയ്സിന് താത്തി പറഞ്ഞ ടോണി ചാടി വീഴുവെന്ന്. അപ്പൊ നീ അറിഞ്ഞോണ്ടാണ് ഇതൊക്കെ ചെയ്തത്? പിന്നെ അല്ലാതെ ഒരു ഫുൾ ഡേ ഫ്രീ കിട്ടാൻ വേറൊരു വഴി ഞാൻ കണ്ടില്ല. അതെനിക്ക് ഇഷ്ടപ്പെട്ടു മോളെ. കം. രാത്രി അങ്ങ് ചെല്ലുമ്പോ അറിയാം എന്തൊക്കെയാ കാട്ടി കൂട്ടിരിക്കുന്നെന്ന്. അല്ല, റോയ്ച്ചന് ശരിക്കും കുക്കിംഗ് അറിയോ? അറിയായിരിക്കും. കുറെ കാലം പുള്ളി ഒറ്റയ്ക്ക് താമസിച്ചിരുന്നല്ലേ. ആണോ? ഡിന്നർ നന്നായ പിന്നെ ടോണി നമ്മളെ ചെവി തല കേൾപ്പിക്കില്ല. വരുന്നിടത്ത് വെച്ച് കാണാം. പിന്നെ ആനന്ദ് അവിടെ ഉള്ളതാ എനിക്ക് ഏക പ്രതീക്ഷ. പിന്നെ നമുക്ക് എന്തൊക്കെയാ വാങ്ങിക്കേണ്ടത്? ഇത് നോക്ക്, റോയ്ച്ച് നമുക്ക് കാർഡ് തന്നിട്ടുണ്ട്. സാറാമേ, ആദ്യം നമുക്ക് പോയി കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം. ഞാൻ കുറച്ച് പുതിയ ഡിസൈൻസ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് 2 ഡംബിൾസ് വാങ്ങിക്കണം. ഈയിടെയായിട്ട് ഞാൻ വളരെ ഹൈ കാലറി ഫുഡാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. തീരെ എക്സസൈസും ചെയ്യുന്നില്ല. ബെസ്റ്റ്. ആ ഡംബിൾസ് ആയിട്ട് അങ്ങ് ചെന്നാ മതി. റോയ്ച്ച് ഞാൻ ഡംബിൾ എടുത്ത് തലയടിക്കും. എന്റെ അമ്മേ, നടന്ന് പണ്ടാറടങ്ങി. ഒരു ബിരിയാണിയും കുറച്ച് കറി ഉണ്ടാക്കാൻ ഇത്രയും സാധനങ്ങൾ വേണ്ടിവരുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇതവളുമാർ അറിഞ്ഞോണ്ട് തന്ന പണിയാ നമ്മുടെ ക്രിസ്മസ് കുളമാക്കാൻ. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണം മുഴുവൻ ആവിയായി പോയി. ഡാ ടോണി, ഇത്തിരി വെള്ളം എടുക്കടാ. അതിനിവിടെ കുടിക്കാൻ വെള്ളമൊന്നുണ്ടെന്ന് തോന്നുന്നില്ല. നീ വേണേ പൈപ്പുവെള്ളം കുടിച്ചോ. അയ്യോ, ഞാനിപ്പോ വെള്ളം കിട്ടാതെ ചാവേ. കരയാതിരിക്കടാ, നിനക്ക് ഞാൻ വെള്ളം തിളപ്പിച്ചു തരാം. എന്നാ അറിയിച്ച എനിക്ക് കൂടെ കുറച്ച്. ഓഹോ, അപ്പൊ മക്കളൊക്കെ ഇവിടെ ഇരുന്ന് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചേ? ഈ കവറിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കി. പതിയെ പച്ചക്കറിയൊക്കെ എടുത്ത് അരിയാൻ നോക്ക്. ഇപ്പൊ തുടങ്ങിയാലേ ഡിന്നർ പെട്ടെന്ന് റെഡിയാവൂ. ഫിഷ് ബിരിയാണി അല്ലേ? അല്ല പിന്നെ ടോണി, ഉറങ്ങാതെ ബുക്ക് എടുക്കടാ. രാവിലെ വെല്ലുവിളിക്കുമ്പോ എന്തൊരു ആവേശമായിരുന്നു. ഇപ്പൊ എന്തെല്ലാം ചോർന്നോയോ? അതിപ്പോ ഞാൻ അറിഞ്ഞോ ഇത്ര മെനക്കെട്ട പണിയാണെന്ന്. നിന്നെ ഈ നാറുന്നേ. ഇത് മീനാടാ. നീ എടുത്തോണ്ട് കിച്ചണിലേക്ക്. എന്നാ നീ ആ ബുക്ക് വായിക്കടാ. എന്തൊക്കെയാ ആദ്യം ചെയ്യണ്ടേ? 1 സെക്കൻഡ്. ഫിഷ് ബിരിയാണി. ബിരിയാണി ആദ്യമായി സവാള എടുക്കുക. എടുത്തല്ലോ. ഇനി അതിനുശേഷം അതിന്റെ തൊലി കളയുക. കളഞ്ഞിട്ടുണ്ടല്ലോ. അത് നന്നായി കഴുകുക. കഴുകാലോ. കഴുകിയ ശേഷം സവാള ചെറുതായി അരിയുക. അരിയാലോ. ഇനി ഇനി എന്താടാ? നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നതാണ് ഫിഷ് ബിരിയാണി എന്നാണോ അടുത്ത സെന്റൻസ്? അതല്ല, പിന്നെ അടുത്ത പേജ് ബ്ലാങ്കാ. അടുത്ത പേജ് മാത്രമല്ല, പിന്നെ അങ്ങോട്ടുള്ള എല്ലാ പേജും ബ്ലാങ്കാ. നീ എന്താണ് മാവാവി പറയുന്നേ? എടാ, ഇതിൽ നമ്മുടെ കമന്റ്സ് ഒക്കെ എഴുതാൻ ബ്ലാങ്ക് പേജ് ഒക്കെ ഉണ്ടല്ലോ. എടാ, അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആടാ, പോത്തെ. അപ്പൊ നമ്മുടെ ഫിഷ് ബിരിയാണി അത് വെള്ളത്തിലായി. പോട്ടെ റോയ്ച്ച, ഒരു ബിരിയാണിയുടെ കാര്യല്ലേ, അതിന് റോയ്ച്ചൻ ഇങ്ങനെ കരയണ്ട. നിന്റെ മണ്ടമായ അടച്ചു വെച്ചില്ലെങ്കിൽ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള മുഴുവൻ നിന്റെ വായിൽ ഞാൻ തിരികെ കയറ്റും. അത്യാവശ്യം ഇനി നമ്മൾ എന്താ ചെയ്യാ? ഇപ്പൊ വരെ റോയ്ച്ച. ഹലോ, പറ. നീ പറ. എന്താടാ? അത് പിന്നെ റോയിച്ച, ഞങ്ങൾക്കൊന്ന് പുറത്തേക്ക് പോണം. എന്നെ ഈ അവസ്ഥയിൽ ഒറ്റയ്ക്കാക്കിയിട്ട് നിനക്കൊക്കെ എങ്ങനെ തോന്നിയിട്ട് പുറത്തോണെന്ന് പറയാൻ? അർജന്റാ. നിന്റെ വല്ല ഗേൾ ഫ്രണ്ട്സ് ആയിരിക്കും വിളിച്ചത്. നിന്നെയോ വല്ല പ്രൊഡ്യൂസറും. ഒയ്യോ, റോയ്ച്ചൻ കറക്റ്റായി ഗസ് ചെയ്തു. ഇവിടുന്ന് ഇനി ആരും പുറത്ത് പോണില്ല. റോയ്ച്ച പ്ലീസ്. ഒരു പ്ലീസും ഇല്ല. എന്നാ നമുക്ക് നറുക്കിടാം. നറുക്കോ? അതൊന്നും നടക്കില്ല. റോയിച്ച, ക്രിസ്മസ് ആയിട്ട് സമ്മതിക്കും റോയിച്ച. എടാ, പോയി പേപ്പർ പേന എടുത്തോണ്ട് വാ. റോയിച്ച സമ്മതിക്കും. ചെല്ല്. റോയിച്ച, ഇതിലേക്കിലൊന്നും എടുത്തേ. എന്തത്?
ഇതിലൊന്നിൽ ഞങ്ങളുടെ പേരും ഒന്നിൽ റോയിച്ചന്റെ പേരുവാ. റോയിച്ചന്റെ പേര് കിട്ടുകയാണെങ്കിൽ റോയിച്ചൻ പറയുന്നത് ഞങ്ങൾ കേൾക്കാം, അല്ലെ ഞങ്ങളെ പുറത്തു പോകാൻ സമ്മതിക്കണം. ദൈവമേ. അപ്പൊ നമുക്ക് പോവാം. ഏയ് നിന്ന് നോക്കട്ടെ മറ്റേ പേപ്പറും കാണിച്ച്. വേണോ? ആ വേണോ. ആഹാ കൊള്ളാടാ. വെക്കുമ്പോ സ്വന്തം ചേട്ടനിട്ട് തന്നെ വെക്കണം. ഇതൊന്നും വേണ്ട, എന്റെ കയ്യിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക് ഉണ്ട്. ഇത് ഇവിടുന്ന് ഉരുട്ടിയിട്ട് അത് വീഴ്ത്തുന്ന ആള് ജയിക്കും. എന്തടത് ഒരു അംഗനവാടിയിലെ പിള്ളേരുടെ കളിയൊക്കെ പോലെ. ഇതെങ്കിലും ഒന്ന് സമ്മതിക്കുക റോയിച്ച പ്ലീസ്. ഇതൊക്കെ വെറും സിമ്പിളാണ്. നോക്കാം. അയ്യോ. കൊള്ളല്ലേ. ആ എന്നിനി നിങ്ങളൊന്ന് ഒളിച്ചാണിച്ചേ. പക്ഷെ രണ്ടുപേർക്കും കൂടി ഒരൊറ്റ ചാൻസ് ഉള്ളൂ. നിനക്ക് ഒട്ടും ഉന്നമല്ല, ഞാൻ അറിയാം. ഇത് ഞാനേട്ടാ, ഞാൻ നോക്കട്ടെ. അവന്റെ ഒരു തക്കാളി മുരിങ്ങ. കൊള്ളാല്ലേ? ഇതിന്റെ വേറെ കളേഴ്സ്. ഇടി ഇത് ഇടി ആ തട്ടത്തിൽ മറത്തുള്ള ആ മീശ വെച്ച ദേശക്കാരൻ സഖാവ് മനോജ്. അത് തന്നെ. നമുക്കൊന്ന് കയറി മുട്ടിയാലോ? ആ ശരി, അല്ലെങ്കിൽ വേണ്ട. വാടി.